നമസ്കാരം. നമ്മളിവിടെ ഇരിക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പലവിധ ഭാവങ്ങളാണ് കാണുന്നത്. ചിലര് ചിരിയോടിരിക്കുന്നു. പുതിയതായിട്ട് കടന്നു വന്ന കുട്ടികളുടെ മുഖത്ത് അതിൻ്റെതായ ആകുലതകളുണ്ട്. എന്നാൽ പുറകിലിരിക്കുന്ന ചേച്ചിമാരുടെ ചേട്ടന്മാരുടെയൊക്കെ മുഖത്ത് ഇതൊക്കെ എത്ര കണ്ടതാ, വീണ്ടും തുടങ്ങുവാൻ എന്നുള്ള ഭാവത്തോടു കൂടി ഇരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പലവിധ ഭാവങ്ങൾ കാണാം. എനിക്ക് ഒരുപാടൊന്നും നിങ്ങളോട് പറയാനില്ല. ഒരു ചെറിയ കഥ മാത്രം പറയുകയാണ്. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അപ്പൊ ആ രാജാവിന് ഒരു ആനയുണ്ട്. ആ ആന രാജാവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും രാജാവ് പോകുമ്പോൾ ആ ആനപ്പുറത്ത് കയറിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു നാളും കഴിഞ്ഞപ്പോൾ ആ ആനയ്ക്ക് വയസ്സായി എന്ന് തോന്നി യുദ്ധത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തി. എങ്കിലും രാജാവിന്റെ പ്രിയപ്പെട്ട ആനയായതുകൊണ്ട് അവർ ഏറെ സ്നേഹത്തോടെ ഏറെ കാര്യത്തോടെ ആ ആനയെ പരിചരിച്ചിരുന്നു. അങ്ങനെ ഈ ആന ഇന്നും തന്നെ പാപ്പാന്റെ കൂടെ ആ കൊട്ടാരത്തിന്റെ അടുത്തുള്ള ഒരു പുഴയിൽ കുളിക്കാൻ പോകും. ഒരു ദിവസം ഈ കുളിക്കാൻ പോയിട്ട് വന്ന വഴിക്ക് അത് ആ പുഴയിലെ ചെളിയിൽ അതിന്റെ കാലിൽ കുടുങ്ങി അതിന് കയറാൻ പറ്റാതെ വന്നു. അപ്പൊ അതിന്റെ പരിചാരകർക്കും അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്കും ഭടന്മാർക്കും ഒക്കെ ആകെ ടെൻഷനായിരുന്നു. കാരണം ഈ രാജാവിന്റെ ആന രാജാവിന് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഈ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അവരേറെ പണിപ്പെട്ട് ഈ ആനയെ കേൾക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടും ആന മുകളിലേക്ക് കയറിയില്ല. അങ്ങനെ അവരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ രാജാവ് അറിഞ്ഞു, കൊട്ടാരത്തിൽ അറിഞ്ഞു, എല്ലാവരും അവിടേക്ക് എത്തി. അങ്ങനെ ഇതിനെ എങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് രാജാവ് ആലോചിച്ചപ്പോൾ രാജാവ് ഒരു വഴി പറഞ്ഞു. നമ്മള് യുദ്ധത്തിനൊക്കെ മുൻപ് മുഴക്കുന്ന യുദ്ധകാഹളമുണ്ട്. ആ യുദ്ധകാഹളം മുഴക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആ യുദ്ധകാഹളം മുഴക്കിയപ്പോൾ ആനയ്ക്ക് മനസ്സിലായി യുദ്ധത്തിനുള്ള സമയമായി, തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട സമയമാണ്, താൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കയറിയേ മതിയാവും എന്ന് ആനയ്ക്ക് മനസ്സിലായപ്പോൾ ആന തനിയെ മുകളിലേക്ക് കയറാൻ ശ്രമം ആരംഭിച്ചു. അതിന്റെ ഒപ്പം മറ്റുള്ളവരെ കൂടെ സഹായിച്ചപ്പോൾ ആനയ്ക്ക് മുകളിലേക്ക് കയറാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. അപ്പൊ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ മാതാപിതാക്കളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അവരെല്ലാം ദിവസവും നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളോട് ദിവസവും പറയും, പഠിക്ക്, നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ലക്ഷ്യത്തിലെത്തണം, നമുക്ക് ജോലി മേടിക്കണം, നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ആര് വിചാരിക്കണം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം, ഞാൻ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഞാൻ പരിശ്രമിക്കണമെന്ന്. അപ്പൊ നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ. നിങ്ങൾ ഓരോരുത്തരും ഈ പുതിയ വർഷം നിങ്ങളുടെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പുതിയ പഠനക്രമത്തോടും പുതിയ പരിശീലനത്തോടും നിങ്ങളുടെ ടീച്ചേഴ്സും മാതാപിതാക്കളും വരുന്ന നിർദ്ദേശങ്ങളോടും ഒക്കെ സഹകരിച്ചുകൊണ്ട് നല്ല മാർക്ക് മേടിക്കണം, നല്ല വിജയം നേടണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാൻ ആരംഭിക്കണം. ഇപ്പൊ നമ്മുടെ പ്രവേശനോത്സവ ഗാനത്തിൽ പറഞ്ഞ പോലെ പുലരൊളി വിതറുമ്പോ പാൽ പുഞ്ചിരിയുമായി കേറി വാ വിദ്യാലയത്തിലേക്ക്. അപ്പോ ഇവിടെ നമ്മളെ കാത്ത ഒരുപാട് അവസരങ്ങൾ ഇരിപ്പുണ്ട്. ആ അവസരങ്ങൾ, ആ കഴിവ്, എല്ലാം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.